ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു കിഡിലൻ ഭാഗത്തെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. സച്ചിയും രേവതിയും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കുന്ന ചന്ദ്രമതിക്ക് തന്നെ ഒടുവിൽ വീട് വിട്ട് ഇറങ്ങിപ്പോരേണ്ട ഒരു സ്ഥിതി വരികയാണ്. രവീന്ദ്രനാണെങ്കിലും അതിന് മൗനാനുവാദം നൽകിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായൊരു ഭാഗം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് ബൈക്കിൽ വന്ന് ചന്ദ്രയുടെ കാശ് മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ശ്രുതിയുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ഒരിക്കൽ. ശ്രുതിയാണെങ്കിൽ അത് നേരെ ചന്ദ്രമതി അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് ശരത്തിൻ്റെ മുഖത്ത് ചെരുപ്പ് ഊരിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, രേവതിയുടെ അനിയനാണല്ലോ ശരത്ത്, അതുകൊണ്ട് തന്നെ രേവതിയോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറയുന്നുണ്ട് ചന്ദ്രമതി. രേവതിയാണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം കരഞ്ഞുകൊണ്ട് ബാഗെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്യുന്നു. ശ്രുതിയുടെ ആവശ്യവും ഇത് തന്നെയായിരുന്നു. രേവതിയുടെ ശല്യം കൂടെ ആ വീട്ടിൽ നിന്ന് ഇല്ലാതായതോടെ തനിക്കിനി ഈ വീട്ടിൽ പേടിക്കാതെ കഴിയാമെന്നൊക്കെ ശ്രുതി മനക്കോട്ട കെട്ടുകയാണ്. രേവതി പോയതോടെ ഈ വീട്ടിലെ സച്ചിയുടെ പൊറുതിയും അവസാനിക്കാൻ പോവുകയാണെന്ന് അതോർത്തും ശ്രുതി സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ രേവതിയെ ചന്ദ്രമതി ആട്ടി വിട്ടെന്നറിഞ്ഞ് രേവതിയെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ നിൽക്കുകയാണ് സച്ചി. അക്കാര്യം എല്ലാവരോടുമായിട്ട് പറയുമ്പോൾ ചന്ദ്രമതി സച്ചിയെ തടയുന്നുണ്ട്. മാത്രമല്ല, അവൾ ഇനി ഈ വീട്ടിലെ മരുമകളൊന്നുമല്ലെന്നും അവളിനി ഇങ്ങോട്ട് വരാനേ പാടില്ല, എൻ്റെ പണം മോഷ്ടിച്ച കുടുംബമാണ് അവളുടേത്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാ ഞാൻ രേവതിയുടെ അനിയനെ ചെരുപ്പ് ഊരി അടിച്ചതെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത് കേട്ട് സച്ചി ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം സച്ചിക്കും അറിയില്ലായിരുന്നു ഇക്കാര്യം. എന്ത് ചെരുപ്പ് കൊണ്ട് അടിച്ചെന്നോ? നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? എന്തായാലും രേവതിയെ ഞാൻ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. ശരത്ത് ചെയ്ത തെറ്റിന് നിങ്ങൾ എന്തിനാണ് രേവതിയെ ക്രൂശിക്കുന്നത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം ചന്ദ്രമതിയോട് പറഞ്ഞ് സച്ചി ഇറങ്ങാൻ തുടങ്ങുന്നതും ചന്ദ്രമതി പിന്നെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കയറ്റില്ലെന്ന്. പക്ഷേ ചന്ദ്രമതിയുടെ വാക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്. എന്നിട്ട് സച്ചിയും രവീന്ദ്രനോട് മാപ്പ് പറയുന്നുണ്ട്. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണോ അച്ഛാ, ഞാൻ അവൻ്റെ തെറ്റ് ന്യായീകരിക്കുകയല്ല. പക്ഷേ ശരത്തൊന്ന് മാപ്പ് ചോദിക്കാൻ വന്നപ്പോൾ ഇവരാ ശ്രുതിയോട് പറഞ്ഞ് അവൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് അവനെ അടിച്ചില്ലായിരുന്നോ? ശ്രുതി ആ പണം മുഴുവൻ കൈക്കലാക്കിയിട്ട് ശരത്തിനെ കള്ളനാക്കിയില്ലായിരുന്നോ? അതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് അവൻ അമ്മയുടെ പണം മോഷ്ടിച്ചത്. പക്ഷേ എന്തായാലും ഞാൻ ആ പണമെല്ലാം തിരിച്ചു തന്നല്ലോ അച്ഛാ. ഇനി അവനോട് ക്ഷമിച്ചുകൂടെ? എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അവനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ എന്നാലും അച്ഛൻ അവനോട് ക്ഷമിക്കണം. ശരത്തിനേക്കാളും കൂടുതൽ തെറ്റ് ചെയ്തത് അമ്മയും ഈ ശ്രുതിയും ഒക്കെയാണ്. അതച്ഛൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് രവീന്ദ്രനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. എന്നാൽ രവീന്ദ്രൻ പറയും കേട്ടോ, സച്ചി, നീ എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ആ പയ്യൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാടാ. നിന്റെ അമ്മ ചെയ്തതും തെറ്റ് തന്നെ ആയിരിക്കാം, പക്ഷേ രേവതിയുടെ അനിയൻ ചെയ്തതേ അതിനേക്കാളും വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തൻ്റെ നിലപാട് തുറന്നറിയിക്കുമ്പോൾ അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് സച്ചിയും രേവതിയും ഒക്കെ. രേവതിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. കാരണം അച്ഛൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേവതി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ ചന്ദ്രമതി പിന്നെയും ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് രേവതിയെ ക്രൂശിക്കുകയാണ്. വായടക്കടി നീ, ആർക്ക് വേണം നിന്റെ മാപ്പ് എന്നൊക്കെ ചന്ദ്രമതി പറയുന്ന സമയത്ത് സച്ചി വന്ന് രേവതിയെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് തട്ടിക്കയറിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ രേവതിയുടെ മെക്കെട്ട് കയറുന്നേ? തെറ്റ് ചെയ്തതേ ഇവളുടെ അനിയനാ. നിങ്ങൾ അവനെ അടിച്ചും കഴിഞ്ഞു, അതോടെ ആ പ്രശ്നവും തീർന്നു. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഭാര്യയെ നിങ്ങൾ തല്ലാൻ വരരുത്. ഇവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം 1 വർഷത്തോളം മറച്ചു വെച്ചത്. എന്നാലെല്ലാം ഇപ്പോൾ കൈവിട്ടുപോയി. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മാത്രമല്ലേ എപ്പോഴും തെറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാവരും പുണ്യവതികളാണല്ലോ എന്നിങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ട് സച്ചി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തെറ്റൊന്നും ചെയ്യാത്തവർ തെറ്റ് ചെയ്തതിന് മാപ്പും പറഞ്ഞു. ഇതിൽ കൂടുതൽ നിങ്ങൾക്കിനി എന്താ വേണ്ടതെന്ന് സച്ചി ചന്ദ്രമതിയോടായിട്ട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി വാശിയിൽ തന്നെയാണ് സച്ചിയോട് പറയുന്നുണ്ട്, എടാ നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ രേവതി, ഇവൾ ഈ വീട്ടിൽ ഇനി കയറാൻ പാടില്ല. ഇവളെങ്ങാനും ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഇതെൻ്റെ വീടാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി ഇവൾ കാല് കുത്തരുതെന്ന് ഞാൻ പറയുന്നു. അതുമാത്രമല്ല, ഇവളുടെ അനിയൻ എൻ്റെ പണം മോഷ്ടിച്ചില്ലേ, ഞാൻ അവൻ്റെ പേരിലൊരു കേസും കൊടുക്കാൻ പോവുക.
എന്നെല്ലാം ചന്ദ്രമതി വാശിയോടെ പറയാണ് കേട്ടോ. സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ അവൻ പഠിക്കുന്ന പയ്യനല്ലേ, അവനിപ്പോൾ ഒരുപാട് മാറി. പണ്ടത്തെ ഒരു കാര്യവും വെച്ചിട്ട് അവൻ്റെ പേരിൽ കേസ് കൊടുത്താൽ അവൻ്റെ ഫ്യൂച്ചറല്ലേ ഇല്ലാതാവാൻ പോകുന്നത്. രേവതി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. അതില്ലാതാക്കരുത്. അതിൻ്റെ ചീത്തപ്പേര് മുഴുവൻ രേവതിക്കും കൂടെ കിട്ടും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഇവരോട് പറയാൻ പറഞ്ഞ് രവീന്ദ്രനോട് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ സച്ചി. പക്ഷെ രവീന്ദ്രൻ ചന്ദ്രമതിയുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. രേവതിയുടെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതെനിക്കും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിന്റെ അമ്മ ചെയ്യുന്നതിനെ എനിക്ക് എതിർക്കാൻ പറ്റില്ലടാ. ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണെന്ന് തന്നെ പറയുകയാണ് രവീന്ദ്രൻ. രവീന്ദ്രനും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഒരുപാട് സന്തോഷമാവുകയാണ്. ചന്ദ്രമതിക്ക് മാത്രമല്ല, ശ്രുതിയും മനസ്സിൽ ചിരിക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നിങ്ങൾ കുടുംബം മൊത്തം ഒന്നായല്ലേ, നിങ്ങളെല്ലാവരും നല്ല ആൾക്കാർ, ഞങ്ങൾ മാത്രം മോശക്കാർ. സന്തോഷമായി അച്ഛാ, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ ടെൻഷനൊന്നും ആവാതിരിക്കുക, ഇവരങ്ങ് കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ ശരത്തിനെതിരെ. കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലീസ് അവനെ പിടിച്ച് അങ്ങ് അകത്തിടുമായിരിക്കും. അതോടുകൂടി എല്ലാം അവസാനിക്കുമോ? ഒരിക്കലുമില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. നിന്റെ അനിയനെ ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും. നീ ധൈര്യമായിട്ടിരിക്കും രേവതി. നീ അകത്തേക്ക് പോവാനും പറയുന്നുണ്ട് കേട്ടോ സച്ചി. രേവതിയാണെങ്കിൽ കണ്ണു തുടച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നതും ചന്ദ്രമതി വിട്ടുകൊടുക്കുന്നില്ല. രേവതിയോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നുണ്ട് ചന്ദ്രമതി. നിന്നോടല്ലേടി ഞാൻ പറഞ്ഞത് അകത്തേക്ക് കയറരുതെന്ന്. ഈ സമയം രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രേ തെറ്റ് ചെയ്ത് രേവതിയല്ലല്ലോ, അവളുടെ അനിയനല്ലേ, അതിനുള്ള ശിക്ഷ നീ അവന് കൊടുത്തും കഴിഞ്ഞു. മാത്രമല്ല അവനെതിരെ നീ കംപ്ലൈൻറ്റും കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അതിനെ തടഞ്ഞില്ലല്ലോ. എന്നാൽ പാവം രേവതിയോട് നീ ഈ ചെയ്യുന്നതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല ചന്ദ്രേ. രേവതി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. അവൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അവൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ അവൾ താമസിച്ചോട്ടെ. എന്നിട്ട് രേവതിയോട് രവീന്ദ്രൻ പറയാണ്, മോളെ നീ ധൈര്യമായിട്ട് അകത്തേക്ക് പൊക്കോ എന്നിങ്ങനെ. ചന്ദ്രമതിക്ക് ഇത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഓഹോ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ശരി, ഇവൾ ഈ വീട്ടിൽ താമസിച്ചോട്ടെ. പക്ഷെ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ പുറത്തു പോയിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോയിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ. സച്ചിയൊക്കെ ആണെങ്കിലും രവീന്ദ്രനോട് അത് കണ്ടിട്ട് പറയുന്നുണ്ട്, അച്ഛാ അമ്മ എന്തിനാ വീട് വിട്ടു പോകുന്നേ, അമ്മയോട് പോകരുതെന്ന് പറ. എന്നാൽ രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുകയാണ്. ചന്ദ്രമതി ഇറങ്ങിപ്പോകുന്നതിനോട് വലിയ വിയോജിപ്പൊന്നും രവീന്ദ്രൻ കാണിക്കുന്നില്ല. അതും കൂടെ കാണുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഒന്നും കൂടെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. തൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗും എടുത്ത് ചന്ദ്രമതി ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതിയും വർഷയും ഒക്കെ ചന്ദ്രമതിയോട് പോവല്ലേ ആൻറ്റി എന്ന് പറഞ്ഞ്, ആൻറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇവരല്ലേ പുറത്തു പോകേണ്ടവർ എന്നൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ദേഷ്യത്തോടെ അകത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് രവീന്ദ്രൻ നോക്കി പറയുന്നുണ്ട്, ഞാനേ 30 വർഷമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചത്, എന്നിട്ടും നിങ്ങൾക്ക് എന്നേക്കാളും വലുത് ഇന്നലെ കയറി വന്ന് ഇവളാണല്ലേ. എന്തായാലും ഞാൻ പോവുക. ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല. അങ്ങനെ ഒരു ശപഥം എടുത്തുകൊണ്ടാണ് കേട്ടോ ചന്ദ്രമതി തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ശ്രുതിയും ഒക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ചന്ദ്രമതി അതൊന്നും കേൾക്കാതെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ രേവതിയല്ലേ ഇപ്പോൾ ഇവിടുത്തെ മഹാറാണി, അവളെ പുറത്താക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് കേട്ടില്ല, പകരം എനിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. ഇനി അവളുള്ള ആ വീട്ടിൽ ഞാൻ താമസിക്കില്ല, ഞാനിനി ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ ബാമയോട് ചെന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി.